ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ BGMI വീണ്ടും ഇൻസ്റ്റാൾ ആക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഇൻസ്റ്റാൾ ആക്കിയത് ഗെയിം ലൂപ്പിലായിരുന്നു. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മുടെ മൂമു പ്ലെയർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൂമു പ്ലെയറിൽ ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരാൻ പോകുന്നത്. അപ്പം കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല, നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഏറ്റവും എളുപ്പമുള്ള ഇൻസ്റ്റാളേഷൻ വീഡിയോ ആയിരിക്കും. ആൾറെഡി മൂമു പ്ലെയർ എല്ലാം എളുപ്പമുള്ള ഇൻസ്റ്റാളേഷൻ വീഡിയോസാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതും നല്ല എളുപ്പമുള്ള വീഡിയോ തന്നെയാണ്. പക്ഷേ എന്നും പറഞ്ഞ് പഴയതുപോലെയല്ല, കുറച്ച് സെറ്റിങ്സ് അതിൽ മാറ്റാനുണ്ട്. സെറ്റിങ്സ് അല്ല, കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ചെയ്യാനുണ്ട്, എളുപ്പമുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഫയൽസ് തരാൻ പോണത് എൻ്റെ ഡിസ്കോഡ് ചാനലിലല്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇമുലേറ്റർ മൂമു പ്ലെയറിൻ്റെ ചൈനീസ് വെർഷനിലാണ് നമ്മൾ കളിക്കാൻ പോണത്. അത് കുഴപ്പമില്ല, നമുക്ക് ഇംഗ്ലീഷ് ആക്കാം, വേറെ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പം എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ആ ഫയൽസ് കൂടുതൽ MB ആയതുകൊണ്ട് എനിക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. 10 MB മുകളിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എൻ്റെ സെർവറിൽ. ഓക്കെ, എൻ്റെ സെർവറില്ല, ഒരു സെർവറിലും പറ്റില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ ഫയൽസ് തരാൻ പോണേ ടെലിഗ്രാം ചാനലിലാണ്. നിങ്ങൾ ഡിസ്കോഡിൽ ജോയിൻ ആയതിനു ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ടെലിഗ്രാമിലോട്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. ആൾറെഡി നിങ്ങൾ ഡിസ്കോഡിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഡിസ്ക്രിപ്ഷനിൽ പോയി എൻ്റെ ടെലിഗ്രാം ചാനലിൽ വന്നതിന് ശേഷം, ഇതാണ് എൻ്റെ ടെലിഗ്രാം ചാനൽ PC പാക്കോ. അപ്പോൾ ഇവിടെ 162 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യണം എല്ലാവരും, മറക്കല്ലേ. ഓക്കെ, അപ്പോൾ അതാണ്ട് ഇവിടെ BGMI മൂവ് പ്ലെയർ സൂപ്പർ എമുലേറ്റർ എന്ന് വെച്ചാൽ നല്ല എമുലേറ്റർ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 3 ഫയൽസും നിങ്ങൾ ഡൗൺലോഡ് ആക്കണം. ഒന്ന് ഫ്യൂഷൻ, ഒന്ന് BGMI. ഓക്കെ, ഈ BGMI ഡൗൺലോഡ് ആക്കണം. ഇത് 32 ബിറ്റിൻ്റെ BGMI ആണ്, വേറെ ഹാക്കോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ID ബാൻ ആവാനൊന്നും പോകണമൊന്നുമില്ല. ഓക്കെ, മെയിൻ ID എടുക്കുക, സേഫാണ്, ഞാൻ കളിക്കുന്നത് തന്നെ. പിന്നെ ഈ ഒരു മൂവ് പ്ലെയർ ചൈനീസ് വെർഷന് ഡൗൺലോഡ് ആക്കണം. ഓക്കെ, ഇവിടുന്ന് ഈ 3 ഡൗൺലോഡ് ആക്കിയാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, നിങ്ങൾ ആൻറ്റിവൈറസ് ഓഫ് ചെയ്യണം. ഞാനത് പറഞ്ഞുതരാം. വൈറസ് 3 ടൈം പ്രൊട്ടക്ഷൻ വൈറസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇവിടെ വന്നതിന് ശേഷം മാനേജ് സെറ്റിങ്സിൽ വരിക, റിയൽ ടൈം പ്രൊട്ടക്ഷൻ ഓഫ് ആക്കുക, യെസ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഇട്ടിക്കണം. നമുക്കിനി ഇവിടെ ഫ്യൂഷൻ ഡൗൺലോഡ് ആക്കണം. ഫ്യൂഷൻ നമ്മൾ ആൾറെഡി ഇത് ഇവിടെ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. മൂന്ന് സാധനം ഞാൻ ഡൗൺലോഡ് ആക്കാൻ പറഞ്ഞതിൽ ഫ്യൂഷനും ഉണ്ട് ഏറ്റവും താഴെ. അപ്പോൾ ഡൗൺലോഡ്സിൽ വരിക, ടെലിഗ്രാം ഡെസ്ക്ടോപ്പിൽ വരിക. അഥവാ ഇത് ഡിലീറ്റ് ആയി പോകും ചിലപ്പം, കാരണം നമ്മളിപ്പോഴല്ലേ ആൻറ്റിവൈറസ് ഓഫ് ചെയ്ത്. അപ്പം ഓഫ് ചെയ്താൽ പിന്നെ അത് ഡിലീറ്റ് ആയി പോകില്ല. ജസ്റ്റ് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ആക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഫ്യൂഷൻ എടുത്ത് വെളിയിലോട്ട് ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക. ഇതിന് വിൻഡോസ് പ്രൊട്ടക്റ്റഡ് യുവർ PC എന്നൊക്കെ കാണിക്കും. ഇത് വേറെ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൺ എനിവേ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് വരെയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഓക്കെ കൊടുക്കുക ജസ്റ്റ്. എന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക, ഇത് ഡൗൺലോഡ് ആവണത് വരെ. ഫ്യൂഷനാണ്. ഓക്കെ, ഇത് ഡൗൺലോഡ് ആയി നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ മൂവ് പ്ലെയർ സെലക്റ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൂൾസിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റി സെലക്ട് ചെയ്യാം. 720 കളിക്കണമെങ്കിൽ 720 കളിക്കാം, 1080p കളിക്കണമെങ്കിൽ 1080p കളിക്കാം. പക്ഷേ HD തന്നെ കളിക്കാൻ പറ്റത്തുള്ളൂ. ഏതായാലും 720 ആയാലും 1080p ആയാലും ഫ്രീ ആയതുകൊണ്ട്. VIP എടുത്ത് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണം സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് സേവ് സെറ്റിങ്സ് കൊടുക്കുക. ഞാൻ ഇവിടെ 1080p സെലക്ട് ചെയ്യണം. 1080p ആകുമ്പോൾ നല്ല ക്വാളിറ്റി ആയിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഫ്യൂഷൻ ഇവിടെ ക്ലോസ് ചെയ്യാം തൽക്കാലം. എന്നിട്ട് ഇതിനെ റിഫ്രഷ് ചെയ്യാം, വിൻഡോസ് ഒന്ന്. അപ്പം നമ്മളപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇട്ടിരുന്ന ഫ്യൂഷൻ പോയി. ഇപ്പോൾ ഒറിജിനൽ ഫ്യൂഷൻ മാത്രം, ഇൻസ്റ്റാൾ ആയ ഫ്യൂഷൻ മാത്രം ഇവിടെ കാണും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഫ്യൂഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫയൽ ലൊക്കേഷൻ ചെയ്യുക, ഈ ഒരു പാത്ത് കോപ്പി ചെയ്തെടുക്കുക. ഈ പാത്ത് നമുക്ക് ആവശ്യമുണ്ട്. ഈ പാത്ത് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ വീണ്ടും വരിക, വൈറസ് 3 ടൈം പ്രൊട്ടക്ഷനിൽ ഇവിടെ വരിക. എന്നിട്ട് മാനേജ് സെറ്റിങ്സിൽ വന്നതിന് ശേഷം താഴോട്ട് പോയിട്ട് എക്സ്ക്ലൂഷനിൽ ആഡ് ഓർ റിമൂവ് എക്സ്ക്ലൂഷനിൽ പോവുക, യെസ് കൊടുക്കുക. എന്നിട്ട് ആഡ് എക്സ്ക്ലൂഷനിൽ പോവുക, ഫോൾഡർ കൊടുക്കുക. ഈ ഒരു സ്ഥലത്ത് നമ്മളെ അതായത് പാത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഗോ കൊടുക്കുക, സെലക്ട് കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഇനി നിങ്ങളെ ഫ്യൂഷൻ ഒരിക്കലും ഡിലീറ്റ് ആയി പോകത്തില്ല. ഈ ഒരു ഫോൾഡറിലോട്ട് നമ്മൾ ആൻറ്റിവൈറസ് തിരിഞ്ഞു നോക്കത്തില്ല. നിങ്ങളതിൽ ആൾറെഡി ഏതെങ്കിലും ആൻറ്റിവൈറസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡിസേബിൾ ആക്കണം. വിൻഡോസിൻ്റെ ആൻറ്റിവൈറസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് വൈറസിന് 3 ടൈം പ്രൊട്ടക്ഷൻ ഓൺ ആക്കാം, കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഓൺ ആക്കാമെന്നേ ഉള്ളൂ ജസ്റ്റ്. ഓക്കെ, ടിക്ക് വന്നിട്ടുണ്ട്, പച്ച ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്യൂഷനിലോട്ട് നമ്മളെ PC തിരിഞ്ഞു നോക്കില്ല. ഓക്കെ, അപ്പോൾ ഫ്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഈ ഫ്യൂഷനിലോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്നിട്ട് വീണ്ടും വരിക, ടെലിഗ്രാം ഡെസ്ക്ടോപ്പിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചതിൽ മൂവ് പ്ലെയർ സെറ്റപ്പ് ഒന്ന് യെസ് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, താണ്ട് ഈ പച്ച ഈ ഏത് ലാംഗ്വേജ് നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഈ നീല കൊടുത്തിരിക്കാനടുത്ത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ആവുകയാണ്. ആൾറെഡി നമ്മൾ ഇവിടുന്ന് നെറ്റ് ഒരു 600 MB ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവും. വേറെ ഡൗൺലോഡ് ആക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടുന്ന് ഡൗൺലോഡ് ആക്കിയിട്ടൊന്നുമില്ലേ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ടിക്കൊക്കെ ചെയ്തോ,
ഓക്കെ മച്ചു ഓക്കെ ടൺ എന്നും പറഞ്ഞിട്ടോ. രണ്ടുപേരും ഇട്ടിട്ടുണ്ട്. സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്. ഓക്കെ അപ്പോൾ ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഇവിടെ ഈ ഒരു സ്ഥലത്ത് പിതുക്കുക ഗോയാണെന്ന്. ഓക്കെ അപ്പോൾ നമ്മൾ മൂവ് പ്ലെയർ ഇവിടെ ഓപ്പൺ ആവുകയാണ് ഗൈസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫൈനലി മൂവ് പ്ലെയർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഇത് കൊടുക്കുക, വേറെ ഒന്നുമില്ല. ഓക്കെ എല്ലാം സെറ്റാണ്. ഇനി അതിനനുസരിച്ച് 3 ഡോട്ടിൽ പോവുക. വെയിറ്റ് നമുക്ക് ലാംഗ്വേജ് മാറ്റാം ആദ്യം. ഓക്കെ അപ്പോൾ നമ്മൾ ഫ്യൂഷൻ ഓപ്പൺ ചെയ്യുക ഒരിക്കൽ കൂടെ. എമുലേറ്റർ ഓപ്പൺ ആക്കിക്കൊണ്ട് തന്നെ ഫ്യൂഷൻ ഓപ്പൺ ആക്കുക. എന്നിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ ഇപ്പം ഓപ്പൺ ആവില്ല, കാരണം നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ VIP പർച്ചേസ് ചെയ്യുമെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിവിടെ വെരിഫിക്കേഷൻ ചെയ്യണം. എന്ന് വെച്ചാൽ ഫ്രീ ആൾക്കാർക്ക് ഓരോ 2 മണിക്കൂറിൽ ഈ കാര്യം ചെയ്യണം. ഇവിടെ ടൈമർ ഓടെയാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് കൊടുക്കുക 3 സെക്കൻഡ്. ഇങ്ങനെയാണ് വെരിഫൈ ചെയ്യണത് ഫ്യൂഷൻ. അറിഞ്ഞൂടാത്തവർക്ക് പറഞ്ഞു തരികയാണ് ഗൈസ്. നിങ്ങൾ ഓരോ 2 മണിക്കൂർ ചെയ്യേണ്ടി വരും. 2 അല്ലെങ്കിൽ 3 മണിക്കൂറിനകത്ത് ചെയ്യേണ്ടി വരും. ഓക്കെ അപ്പോൾ ഇതിവിടെ കുറേ വട്ടം വന്നത്. പെയ്ഡ് വാങ്ങണമെങ്കിൽ 240 എന്തോ ആണ്. ഒരു അപ്ഡേറ്റ് ഫുള്ള് നിങ്ങൾക്ക് കിട്ടും. ഇവർ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്യണമെന്നേ ഉള്ളൂ ഡിസ്കോഡിൽ. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ടാലും ഞാൻ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് തരാം. ഓക്കെ അപ്പോൾ ഇതിവിടെ വെരിഫിക്കേഷൻ ആയിട്ടുണ്ട്. ഓക്കെ ഇത് കണ്ട് ഇത് താനേ ക്ലോസ് ചെയ്ത് പോയിക്കോളും. എന്നിട്ട് എക്സ്ട്രയിൽ വരിക, ചേഞ്ച് ലാംഗ്വേജ് ടു ഇംഗ്ലീഷിൽ പോവുക. ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ മതി. യെസ് കൊടുക്കുക. റിമൂവ് ആഡ് മൂവ് പ്ലെയർ എന്ന് വേണമെങ്കിൽ കൊടുത്തോ. അതിപ്പോൾ VIP വേണമെന്നാണ് പറയുന്നത്. ആവശ്യമില്ല, നമുക്ക് കുഴപ്പമില്ല. ക്ലോസ് ചെയ്യാം. എമുലേറ്റർ ഇവിടെ ഇത് ടിക്ക് മാർക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പോപ്പപ്പ് വേണോ വേണ്ടി. ഇതിപ്പോൾ ഏത് ഭാഷ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഓക്കെ നമുക്ക് ഇനി എന്നിട്ട് മൂവ് പ്ലെയർ വീണ്ടും ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ലാംഗ്വേജ് മാറിയിട്ടുണ്ട്, നമുക്ക് ക്ലോസ് ചെയ്യാം. വെളിയിലുള്ള UAE ലാംഗ്വേജാണ് കേട്ടോ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ലാംഗ്വേജ് ഒക്കെയാണ് മാറിയിട്ടുള്ളത്. ക്ലോസ് ആക്കി അറിയാതെ ഓപ്പൺ ചെയ്യാം വീണ്ടും. അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യരുത്, ഇമുലേറ്റർ അപ്ഡേറ്റ് ചെയ്യരുത്. ഓക്കെ എന്നിട്ട് ഇവിടെ സെറ്റിങ്സിൽ വരും. നമുക്ക് കുറച്ച് സെറ്റിങ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ വോൾക്കണി ഇടണമെന്ന് ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ ഡയറക്റ്റ് എക്സ് കൊടുക്കാം, അല്ലെങ്കിൽ വോൾക്കൺ കൊടുക്കാം. ഞാൻ ഇവിടെ എന്തായാലും ഡയറക്റ്റ് എക്സ് കൊടുക്കാൻ പോവുകയാണ്, കാരണം ഈ ഒരു ഇമുലേറ്ററിന് ഡയറക്റ്റ് എക്സ് ആണ് നല്ലത് ഞാൻ പറയണത്. എന്നിട്ട് കസ്റ്റമിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് എനിക്കിവിടെ 6 കോറിൻ്റെ പ്രൊസസ്സറാണ്. AMD Ryzen 5 9600X ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ 4 കോർ ഞാൻ ഇതിന് കൊടുക്കാൻ പോകുന്നു. റാം എനിക്കിവിടെ 32 GB ഉണ്ട്. അതുകൊണ്ട് ഞാൻ 16 GB ഇവിടെ കൊടുക്കുകയാണ്. ബെറ്റർ സ്ക്രീൻ പെർഫോമൻസ് കൊടുക്കുക, 1080p കൊടുക്കുക. കോമൺ മാറ്റിയിട്ട് ഷാർപ്പ് കൊടുക്കുക. FPS മാക്സിമം ഇടുക, ഡിസ്പ്ലേ FPS ഇടുക. താഴോട്ട് വന്നതിന് ശേഷം കസ്റ്റമിൽ പോവുക. ഇവിടെ ഞാൻ പറഞ്ഞു തരുന്ന മോഡൽ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഈ ഒരു മോഡൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഡിസ്കോഡിൽ വന്ന് കോപ്പി ചെയ്യണമെന്നില്ല. ഈ ഒരു മോഡൽ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി 3 സ്ഥലത്തും. എന്നിട്ട് അതിന് ശേഷം ഇവിടെ പ്രീസെറ്റ് വരിക. ഹൈ കോൺഫിഗറേഷൻ കൊടുക്കുക, താഴോട്ട് വരിക. വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ടോ കസ്റ്റം ഇമുലേറ്ററിനുള്ള ഇത് മൗസ്. എന്നിട്ട് റീസ്റ്റാർട്ട് ഇമീഡിയറ്റ്ലി. വിഷൻ വേണമെങ്കിൽ ഇപ്പോഴത്തേക്ക് ക്ലോസ് ചെയ്തിടാം നമുക്ക്. ഇപ്പോൾ എന്തായാലും കറൻ്റ് ആവശ്യമില്ല. ഓക്കെ അപ്പോൾ ഇതിവിടെ ആവുകയാണ് ഡൗൺലോഡ്. ഓക്കെ ഇതിന് ശേഷം ഗൂഗിളിൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിന്ന് എന്നിട്ട് ഈ ഒരു സാധനത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇതിവിടെ പ്ലേ സ്റ്റോർ ഗൂഗിൾ പ്ലേ ഗെയിംസ് ഒക്കെ ഡൗൺലോഡ് ആക്കും. വെയിറ്റ് ചെയ്യുക 2 സെക്കൻഡ്. ഇത് ഡൗൺലോഡ് ആവണത് വരെ നമുക്ക് എന്തായാലും BGM ഇൻസ്റ്റാൾ ആക്കി ഇടാം. വീണ്ടും നിങ്ങൾ ഒരു ഡൗൺലോഡ്സ് ടെലിഗ്രാം ഡെസ്ക്ടോപ്പിൽ BGM ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്തിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. എന്തായാലും ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിവിടെ BGM ഇൻസ്റ്റാൾ ആവുകയാണ്. എന്നിട്ട് ഇത് നമുക്കിവിടെ ഡൗൺലോഡ് ആക്കി ഇടാം. ഇൻസ്റ്റാളാണ് ഇപ്പം പ്ലേ സ്റ്റോർ ഇൻസ്റ്റാൾ ചെയ്യാണ്. ഓക്കെ അപ്പോൾ പ്ലേ സ്റ്റോർ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. BGM ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. BGM എവിടെ പോയി? BGM ഇൻസ്റ്റാൾ ആയില്ലെന്ന് തോന്നുന്നു. വഴിക്ക് കൂടെ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ ഇപ്പോൾ നേരത്തെ എന്തോ ബഗ്ഗായിപ്പോയി. അപ്പോൾ ഇതെല്ലാം ഡൗൺലോഡ് ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ BGM ഇൻസ്റ്റാൾ ആക്കി ഇടാം. അല്ലെങ്കിൽ ഇതേപോലെ ബഗ്ഗായി പോകും. ബഗ്ഗല്ല ബഗ്.
എന്നിട്ട് അലോ കൊടുക്കുക. ഓക്കെ, ഗെയിം ഇവിടെ ഓപ്പൺ ആവുകയാണ്. എന്നിട്ട് ഗൈസ് ഇവിടെ 1080p കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഡൗൺലോഡ് ആവുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ് ഇവിടെ ഡൗൺലോഡ് ആയിരിക്കുകയാണ് എല്ലാ ഫയൽസും. സോറി. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കും ഇവിടെ. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് റീസ്റ്റാർട്ട് ആവും, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം നമ്മളിവിടെ ചെയ്യാനുള്ളത് ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ട്വിറ്റർ ആണെന്നുണ്ടെങ്കിൽ ട്വിറ്റർ ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ആക്കുക. ഇനി പ്ലേ ഗെയിംസ് ആണെന്നുണ്ടെങ്കിൽ പ്ലേ ഗെയിംസ്. നിങ്ങൾ എവിടെ നിന്നാണ് ലോഗിൻ ചെയ്യാൻ പോണ ഗെയിം അത് നിങ്ങളെല്ലാം സെറ്റപ്പ് ആക്കുക. അപ്പം ഞാൻ ഇവിടെ എനിക്ക് ലോഗിൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ട് വരാം. ഓക്കെ, സോ ഗൈസ് ഇവിടെ എൻ്റെ ലോഗിൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്യൂഷൻ വെച്ച് BGMI ഓപ്പൺ ചെയ്യാം. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഇമിലേറ്റർ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ക്ലോസ് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ, നമുക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം. ഓക്കെ, ഇനി ഫ്യൂഷൻ ഓപ്പൺ ചെയ്യുക. മോമോ പ്ലെയറും ഓപ്പൺ ആക്കുക. അപ്ഡേറ്റ് കാണിക്കുകയുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ക്ലോസ് ചെയ്തോളാം. അപ്ഡേറ്റ് ഒന്നും ചെയ്യാൻ നിൽക്കല്ലേ. മോമോ പ്ലെയർ തന്നെ സെലക്ട് ആക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ. ഓക്കെ, ജസ്റ്റ് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഇമിലേറ്റർ ഒന്ന് ഫുള്ളൊന്ന് ലോഡ് ആവാൻ വേണ്ടി. ഇങ്ങനത്തെ NVIDIA ഓവറിൽ കാണിക്കണമെങ്കിൽ അത് പോണ സമയം അത്രയും മതി. ഇവിടെ നിങ്ങൾക്ക് കാണിക്കുകയാണ്, ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് അവർ ആൾട്ടർനേറ്റ് അക്കൗണ്ട് യൂസ് ചെയ്യാനാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ഇപ്പം ആൾട്ടർനേറ്റ് അക്കൗണ്ട് യൂസ് ചെയ്യും. മെയിൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് ഇല്ലേ, ഇനി ആ മെയിൻ അക്കൗണ്ട് തന്നെ യൂസ് ചെയ്യാൻ പോകണം. എന്നാലും ഗൈസ് നിങ്ങൾ റിസ്ക് ചെയ്യും. ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എടുക്കണ്ട കേട്ടോ, അതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേണ കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയും. ഓക്കെ, ഫ്യൂഷൻ ഫ്രീ ലോഡഡ് ഗെയിം കയറാൻ ഇങ്ങനെ കുറച്ച് തേങ്ങകൾ കാണിക്കും. പിന്നെ ഇവർ മെയിൻ പറയാണ് ഹാക്ക് ഒന്നും യൂസ് ചെയ്യരുത് നിങ്ങൾ. ഓക്കെ കൊടുക്കുക. ഇങ്ങനെ ഒരു കാര്യം കാണിക്കുകയാണ്, യു ആർ കറൻ്റ് യൂസിങ് 32-bit വെർഷൻ. കുഴപ്പമില്ല, ഓക്കെ കൊടുക്കുക. മെയിൻ്റെ ആക്കണ്ട. കോപ്പിറൈറ്റ് വല്ലതും വരുമെങ്കിൽ കപ്പാടാ ജീവിച്ചു പോകണം ഞാൻ. ഓക്കെ, ഹൈ ക്വാളിറ്റി ആണ്, 1080p ആണ്. കുറച്ച് ഗെയിം പ്ലേ ഒക്കെ കാണിച്ചു തന്ന് നിങ്ങളെ ഹാപ്പിയാക്കി വീട്ടിൽ വിടുക. ഓൾറൈറ്റ്, ഇതൊക്കെ എന്തിരടി. ഓക്കെ, കാര്യങ്ങൾ ഡൗൺലോഡ് ആവുകയാണ്. അത് ആട്ടോ ഡൗൺലോഡ് ഓഫ് ചെയ്തോ. ഇനി കീ മാപ്പിംഗ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പ് എന്തായാലും ഞാൻ ഈ ആഡിയോ ഒന്ന് ഓഫ് ആക്കട്ടെ. ഓക്കെ, ഇനി കീ മാപ്പിംഗ് പറഞ്ഞുതരാം. കസ്റ്റമൈസ് ബട്ടണിൽ വരിക, കസ്റ്റമൈസിൽ വരിക. നിങ്ങളെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഈ വെളിയിൽ BGMIയിലെല്ലാം വെച്ചതിന് ശേഷം ഒരു മിനിറ്റ് പീക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് മുമ്പ് ഞാൻ എൻ്റെ ക്ലൗഡ് ഒന്ന് ഡൗൺലോഡ് എൻ്റെ ആട്ടോ അപ്ലോഡ് കൊടുത്തോട്ടെ. സോറി, കസ്റ്റമൈസ് ഗ്രാഫിക്സ് ഇവിടെ സൂപ്പർ സ്മൂത്ത് കൊടുക്കല്ലേ, സ്മൂത്ത് അൾട്രാ എക്സ്ട്രീം വെച്ചാൽ 120 മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന കൊടുത്തു. ഇത് ഡിസേബിൾ ആക്കിക്കോ. ഓക്കെ, ഗ്രാഫിക്സ് ഇനി ലോബിയിൽ സ്മൂത്ത് എക്സ്ട്രീം പ്ലസ് സെൻസിറ്റിവിറ്റി കൂടി ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട്. ഓക്കെ, ഇനി ക്രോസ് ഇയർ എഫക്റ്റ് ഒന്ന്. ഓക്കെ, ഇനി നമുക്ക് കീ മാപ്പിങ്ങിലോട്ട് പോകാം. കസ്റ്റമൈസ് ബട്ടൺ, കസ്റ്റമൈസ് ഇവിടെ വരിക. ഇമിലേറ്ററിൽ കീ മാപ്പിംഗ്, ക്രിയേറ്റ് ന്യൂ പ്ലാൻ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡയറക്ഷൻ വയ്ക്കുക, കുറച്ച് സൂം ചെയ്യുക, ഇത്രയും സൂം ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീ മാപ്പിംഗ് ഇവിടെ സെറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ ആരോക്കെയാണ് യൂസ് ചെയ്യണത്. ബാഗിന് ടാബ്, ഇത് ബാക്ക് കീ, ഇത് മെഡല് ഗണ്ണ് ഷിഫ്റ്റ് ചെയ്യാനും, നേട്, റീലോഡ്. ഇവിടെ ഇവിടെയല്ല, ഇതെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതെല്ലാം എൻ്റെ കീ മാപ്പിംഗ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, നിങ്ങളെ ഇഷ്ടത്തിന് വയ്ക്കുക. ഇത് എൻ്റെ കീ മാപ്പിംഗ് ആണ് ഗൈസ്. ഇവിടെ വന്നിട്ട് എന്തിനാണ് ഫ്രീ ലുക്ക് ആയിരുന്നു. നടുക്ക് വന്നതിന് ശേഷം നടുക്കും വയ്ക്കാം. നടുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എയിം. ഓക്കെ, ഇത് മെയിനാണ്, എയിം മറക്കല്ല്. എന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയർ ആൻഡ് അറ്റാക്ക്. ഇത് സ്കോപ്പല്ലേ, ഇത്ര എണ്ണം തോന്നണം. ഇനി ഒന്നും ഇല്ല. സേവ് കൊടുക്കുക, സേവ് ഇറങ്ങുക. കീ മാപ്പിംഗ് നമുക്കൊന്ന് ഹൈഡ് ചെയ്യണം. ഓക്കെ, എല്ലാം സെറ്റ്. നിങ്ങൾക്ക് ഇനി ഗെയിം കളിക്കുക അത്ര തന്നെ. ഇനി ഗെയിം പ്ലേ കൂടി കാണിച്ചു തന്നിട്ട് വീഡിയോ എൻഡ് ചെയ്യും.